എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോഫോറി മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയായിരുന്നു നിങ്ങൾ പ്രണയിച്ചത്, ഈ പ്രണയം ആവശ്യമുണ്ടായിരുന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്തിനു വേണ്ടിയായിരുന്നു നിങ്ങളുടെ പ്രണയം? ഈ പ്രണയം നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുള്ള ഒന്നായിരുന്നു. പ്രണയത്തിനും ഇഷ്ടപ്പെടലിനൊക്കെ ശേഷം ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ചിന്തിക്കുമായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് ആ പ്രണയത്തിന് പഴയ ശോഭ ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ അതേ രീതിയിൽ തന്നെ ആ പ്രണയം നിലനിൽക്കുകയാകാം. ചിലപ്പോൾ ഓരോ നിമിഷവും പരസ്പരം അറിഞ്ഞ് മുന്നേറിക്കൊണ്ടിരിക്കുന്ന നിങ്ങളായിരിക്കാം ഉണ്ടായിരിക്കുക. പക്ഷെ പ്രണയം ആവശ്യമായിരുന്നു. ഒരുപാട് ആളുകൾക്കിടയിൽ, ഒരുപാട് വ്യത്യസ്തരായിട്ടുള്ള ആളുകൾക്കിടയിൽ നിങ്ങൾ മാത്രം എന്തിനടുത്തു? എങ്ങനെയാണ് നിങ്ങളെ അടുക്കാനുണ്ടായൊരു കാരണം? എന്ത് ഘടകമാണ് നിങ്ങളെ മനസ്സിൽ ആകർഷിച്ചത്? അങ്ങനെ അനവധി ചോദ്യങ്ങൾ ജീവിതത്തിൽ ബാക്കിയാകുമ്പോൾ പ്രണയത്തിൻ്റെ കാര്യത്തിൽ എന്ത് നേട്ടമാണ് നിങ്ങൾ നേടിയത്? മനസ്സിൽ കൊച്ചു നോവുകളല്ലാതെ ഈ പ്രണയം നിങ്ങൾക്ക് എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ? ഈ പ്രണയം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ബാധ്യതയായിരുന്നോ? അതോ ഈ പ്രണയമാണോ നിങ്ങളെ പിടിച്ചു നിർത്തിയത്? ആ വ്യക്തി സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലെങ്കിലും, ആ വ്യക്തി ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ സ്നേഹിക്കുക. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ പ്രണയമല്ലാതെ മറ്റൊന്നും വേണ്ട. ആ വ്യക്തി ഇങ്ങോട്ട് തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ, ആ വ്യക്തിയുടെ മനസ്സ് എന്താണെന്നോ അതേക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് മാത്രമാണ്. നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക. മറ്റെന്ത് സംഭവിച്ചാലും അത് നിങ്ങളുടെ പ്രണയത്തെ ബാധിക്കുന്നില്ല. ഒരുപാട് ആളുകൾ നിങ്ങളുടെ പ്രണയത്തിനെക്കുറിച്ചും നിങ്ങളെ രണ്ടുപേരെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയും. ചിലർ നിങ്ങൾ രണ്ടുപേരും ശരിയാണെന്ന് പറയുന്നവരുണ്ടാകാം. നിങ്ങൾ കണ്ടെത്തിയതും നിങ്ങൾ പരസ്പരം മനസ്സിലാക്കിയതും എല്ലാ പ്രതിസന്ധിയിലും ഒരുമിച്ച് നിന്നതും ഇനിയും അങ്ങനെ നിൽക്കാൻ ആഗ്രഹിച്ചതൊക്കെ ശരിയാണെന്ന് ചിലർ പറയും. ചിലർ പറയും നിങ്ങൾ ഒരുമിക്കരുതായിരുന്നു, നിങ്ങൾക്കൊന്നും നേടാനില്ല, നിങ്ങൾക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരുമിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വഴിക്ക് പോകാമായിരുന്നു. ലോകത്ത് അങ്ങനെ ഒരു എൻട്രി ഉണ്ടാകില്ലായിരുന്നു. നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിച്ചുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു എൻട്രി ഉണ്ടാകില്ലായിരുന്നു. പക്ഷേ അതൊക്കെ അഭിപ്രായങ്ങളാണ്. നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങളിപ്പോഴും ആ വ്യക്തിയെ സ്നേഹിച്ചിട്ടുണ്ടോ? സ്നേഹിക്കുന്നുണ്ടോ? നാളെ സ്നേഹിക്കുമോ? അല്ലെങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നു നിങ്ങൾ സ്നേഹിച്ചത്? എന്ത് ഗുണമാണ് നിങ്ങൾക്ക് പരസ്പരം സ്നേഹിച്ചതിലൂടെ കിട്ടിയത്? ഇനിയും ഈ സ്നേഹം നിലനിർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരുപക്ഷെ നിങ്ങളുടെ ഉത്തരങ്ങൾ വ്യത്യസ്തമാകും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ആ വ്യക്തിയെ സ്നേഹിച്ചത് നിങ്ങളുടെ ഭാഗ്യമാണെന്ന് മാത്രമേ നിങ്ങൾ ചിന്തിക്കുകയുള്ളൂ. നിങ്ങൾക്കത് ചിന്തിക്കാനേ കഴിയുള്ളൂ. കാരണം ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിച്ചിട്ട് നിങ്ങളെ ആ വ്യക്തി സ്നേഹിച്ചില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ വ്യക്തി അറിയാതെ നിങ്ങൾ ആ വ്യക്തിയെ നെഞ്ചോട് ചേർത്തിട്ടുണ്ട്. എന്നെന്നും നിങ്ങൾക്ക് കിട്ടിയൊരു നിധി പോലെ നിങ്ങൾ മനസ്സിൽ കാത്തു വച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തി നിങ്ങളോട് പറയാതെ പറയുന്നുണ്ട്. നിങ്ങൾ ആ വ്യക്തിയോട് ഒരുപാട് കാര്യങ്ങൾ പറയാതെ പറയുന്നുണ്ട്. എന്നെ മനസ്സിലാക്കാൻ നീ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്. എൻ്റെ ഹൃദയത്തെ ഉൾക്കൊള്ളാനും എൻ്റെ മനസ്സിനെ അംഗീകരിക്കാനും നീ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ ആ വ്യക്തിയോട് പറയാതെ പറയുന്നുണ്ട്. എത്രയെത്ര പ്രതിസന്ധികളിൽ ഞാൻ തരണം ചെയ്ത് ജീവിച്ചു പോകുന്നത് നിന്നെ ഓർത്ത് മാത്രമാണ്. നിന്നെക്കുറിച്ചുള്ള ചെറിയ ഓർമ്മ പോലും ഇല്ലെങ്കിൽ എനിക്ക് ആ ഊർജ്ജം ലഭിക്കുമായിരുന്നില്ല. ഞാൻ നിന്നെ അത്ര ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു.
നീ ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. നീ എൻ്റെ സർവ്വവുമാണ്. നാളത്തേക്ക് വേണ്ടി ചിന്തിക്കുമ്പോൾ പലപ്പോഴും എൻ്റെ മനസ്സ് തളർന്നു പോകും. പക്ഷെ നീ ഉണ്ടെന്ന് അറിയുമ്പോൾ, നീ ഉണ്ടെന്ന് കണ്ടെത്തുമ്പോൾ, നിൻ്റെ ഓർമ്മകൾ വരുമ്പോൾ, ഇനി ഈ ലോകം അവസാനിക്കാതിരുന്നെങ്കിൽ, ഒരുപാട് പകലുകളും രാത്രികളും എൻ്റെ ജീവിതത്തിൽ എന്നെന്നും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തി ഉണ്ടായിരുന്നെങ്കിലെന്ന്, ആ വ്യക്തിയുടെ ഓർമ്മകൾ, ആ വ്യക്തിയുടെ സാമീപ്യം, ആ വ്യക്തിയുടെ വാക്കുകൾ, ആ വ്യക്തിയുടെ ചിരി, ആ വ്യക്തിയുടെ ചിന്ത, അതൊക്കെ നിങ്ങൾക്ക് പത്തര മാറ്റായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഒളിച്ചിരിക്കുകയാണ്. ആ വ്യക്തി എന്തിനു വേണ്ടി സ്നേഹിച്ചു? ഈ സ്നേഹം ആവശ്യമാണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരൊറ്റ ഉത്തരവുള്ളൂ: നിങ്ങൾക്ക് ആ വ്യക്തിയെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ജീവിതം മുഴുവനും നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. ആ സ്നേഹം എന്നെന്നും ആവശ്യമായിരുന്നു. ആ സ്നേഹത്തെ വിട്ടിട്ട് നിങ്ങൾക്കൊരു കളിയില്ല. ജീവിതകാലം മുഴുവനും, മരണം വരെയും, ഒരുപക്ഷെ അതിനപ്പുറവും ഒക്കെ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ വ്യക്തി ഇല്ലാത്ത ഒരു ദിവസത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല. ആ വ്യക്തി ഇല്ലാത്ത ഒരു നിമിഷം നിങ്ങൾക്കൊരു മണിക്കൂറോ ഒരാഴ്ചയോ ഒക്കെ ആയിട്ട് തോന്നും. കാരണം നിങ്ങൾ ആ വ്യക്തി അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ സ്നേഹിച്ചതുപോലെ ആ വ്യക്തി ആരും സ്നേഹിച്ചിട്ടില്ല. അത് ആ വ്യക്തിയും മനസ്സിലാക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഇടയിലുണ്ടായിരുന്നപ്പോൾ ഏറ്റവും ആത്മാർത്ഥമായ സ്നേഹമായിരുന്നു അത്. അതിനെ മാറ്റിമറിക്കാനായിട്ട് ആർക്കും സാധിക്കില്ല. ആത്മാർത്ഥമായ സ്നേഹത്തിന് ഒരു വലിയ ശക്തിയുണ്ട്. അത് മറിച്ചിടാനോ തള്ളിക്കളയാനോ ഒന്നും ആർക്കും സാധിക്കില്ല. നിങ്ങളുടെ മനസ്സിലെ ഊർജം മുഴുവനും ആ വ്യക്തിയായിരുന്നു യഥാർത്ഥത്തിൽ. ആ വ്യക്തി നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ പിന്നെ ആ കാര്യത്തെക്കുറിച്ച് നിങ്ങളൊന്നും ചിന്തിക്കാറില്ല. ആ വ്യക്തി ഒരു കാര്യം നേടണമെന്ന് പറഞ്ഞാൽ നിങ്ങളത് നേടുകയായി. നിങ്ങൾക്കും ആ വ്യക്തിക്കും ഇടയിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടായപ്പോഴും അടിയുറച്ച് നിൽക്കാൻ നിങ്ങൾക്ക് പ്രചോദനം നൽകിയത് ആ വ്യക്തി നിങ്ങൾക്ക് നൽകിയ സ്നേഹമാണ്. ആ വ്യക്തിക്ക് നിങ്ങളെ വീണ്ടും വീണ്ടും ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനൊക്കെ കഴിഞ്ഞത് നിങ്ങൾ നൽകിയ ആത്മാർത്ഥമായ ഇഷ്ടമാണ്. നിങ്ങൾ നൽകിയ ആത്മാർത്ഥമായ ഇഷ്ടത്തെ തിരസ്കരിക്കാൻ ഈ ജന്മം ആ വ്യക്തിക്ക് കഴിയില്ല. കാരണം ആ വ്യക്തിക്ക് അറിയാം, എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ സ്നേഹം, എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ നന്മയാണ് നിങ്ങളെന്നാണ് ആ വ്യക്തി വിശ്വസിക്കുന്നത്. നിങ്ങളും അങ്ങനെ തന്നെ. ആത്മാർത്ഥമായ സ്നേഹം അതാവശ്യമായിരുന്നു. ഒരുപാട് ചെറിയ ചെറിയ നോവുകളും ദുഃഖങ്ങളും ആത്മസംഘർഷങ്ങളും നൽകിയെങ്കിലും ആ പ്രണയം നിങ്ങൾക്ക് രണ്ടുപേർക്കും ആവശ്യമാണ്. അത് മരണം വരെ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.